ഹായ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് ട്രിപ്പിന്റെ. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് മഡ് ബാത്ത് ചെയ്യാനാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് ഒരു 15 മിനിറ്റ് അത്രേ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് ഞങ്ങളിത് ഇപ്പോൾ ഇവിടെ മഡ് ബാത്ത് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഇനി വേറെ എന്തോ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് പുകയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് പോയിട്ട് കാണാം. പായോ, ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്ലോട്ട്. ഇവിടെ ഇങ്ങനെ അരമണിക്കൂർ ഇടവിട്ടാണ് സ്ലോട്ടുകൾ ഉള്ളത്. അപ്പൊ ഞങ്ങൾക്ക് 12 മണിക്ക് സ്ലോട്ട് ഒരെണ്ണം കിട്ടിയപ്പോൾ ഞങ്ങളത് ഓൾറെഡി ഇന്നലെ ബുക്ക് ചെയ്തു. അത് എത്ര രൂപ? $115 ഒരാൾക്ക്, അങ്ങനെ എന്തോ ആണ്. $115 ആണ് ഒരാൾക്കുള്ളത്. അതിൽ മഡ് ബാത്ത്, സ്പാ, പിന്നെ എന്തിട്ടാ ഇവിടെ പിന്നെ നടന്ന് കാണാനൊക്കെ ഉള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ട്, ഇതാണ് മെയിൻ ഞങ്ങൾ ഈ ട്രിപ്പ് വരാനുള്ള മെയിൻ റീസൺ ഇതാണ്. ഞാനിത് കുറേ നാളായി കണ്ട് വെച്ചേക്കുന്ന സ്ഥലമാണ്. ഇവിടെ വരണ ഇത് മഡ് ബാത്ത് ചെയ്യണം എന്നുള്ളത്. ഞാൻ റീൽസൊക്കെ കാണുമ്പോഴേ ഭയങ്കര ഒരു കൊതിയായിട്ടൊന്ന് കാണും. അപ്പൊ അതെന്തായാലും ഒന്ന് വന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് സ്പാ പിന്നെയാണ് ചെയ്യണേ. ഞങ്ങൾ ഇപ്പോൾ അവിടെ ജിയോ തെർമൽ അതിന്റെ സാധനങ്ങളൊക്കെ കാണാനായിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഗൈഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതനുസരിച്ച് പോയി വരാനാണ് പറയണേ. അപ്പൊ എന്താന്ന് നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പോൾ കാണുന്നത് മറ്റേ ജിയോ തെർമൽ ആക്ടിവിറ്റീസിൻ്റെയാണ് കാണാൻ പോകുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ നമ്മളൊരു വെള്ളം തിളച്ച് പൊന്തില്ലേ, വെള്ളം തിളപ്പിക്കില്ലേ, ആ ഒരു സെറ്റപ്പ് അതുപോലെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യണേ. വെള്ളം തിളച്ച് മറിയണ ആ ഒരു സെറ്റപ്പ് ഫുള്ളിങ്ങനെ പുകയൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കണേ. ഭയങ്കര സ്മെല്ലാണ് ഇവിടെ, സൾഫറിൻ്റെ ചെറിയുടെയൊക്കെ കൂടി. ഈ കാണുന്ന ഏരിയ ഫുള്ള് ജിയോ തെർമൽ പൂളായിട്ടുള്ള കാണുന്നത്. ഒരു 45 മിനിറ്റ്സിൻ്റെ വോക്ക്, 45 മിനിറ്റിൻ്റെ വോക്ക് നടന്ന് കാണാനുണ്ടെന്നാണ് ഇവർ പറയണത്. അവർ ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളെന്തായാലും ഇപ്പോൾ 45 മിനിറ്റ്സ് ആവും എന്തായാലും ഇത് കഴിയുമ്പോഴേക്കും. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഇങ്ങനെ വെള്ളം തിളച്ച് മറിയണ പോലെ നല്ല സെറ്റപ്പാണ്. ഭയങ്കര സ്മെല്ലും. എത്ര 100 ഡിഗ്രിക്ക് മേലെ ഉണ്ട് അതിൻ്റെ ചൂടുന്ന അതിലിവിടെ എഴുതി വെച്ചേക്കണം. ചില സ്ഥലങ്ങളിൽ 80, ചില സ്ഥലങ്ങളിൽ 100, ചിലപ്പോൾ 100-ന് മേലെ അങ്ങനെയുള്ളത്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ലതാണ് കാണാനൊക്കെ. ആയി നമ്മളിതുവരെ കാണാത്തൊരു സംഭവമല്ലേ, അപ്പം അതിൻ്റെ ആ ഒരു ഇതുണ്ട്. പക്ഷേ മണം ഭയങ്കര മണമാണ്. ഈ പോക്ക് കഴിഞ്ഞിട്ടാണ് ഇനി മഡ് ബാത്ത് ചെയ്യാൻ പോണത്. മഡ് ബാത്ത് ചെയ്യുമ്പോൾ നമ്മളോട് പറഞ്ഞേക്കണത് നമുക്ക് നമ്മുടെ കയ്യിൽ മോതിരോ അല്ലെങ്കിൽ കമ്മലോ മാലോ അങ്ങനെ ഒന്നും ഓർണമെൻറ്റ്സ് ഒന്നും ഇടാൻ പാടില്ല. പിന്നെ നമ്മളുടെ ക്ലോത്ത്സ് ആയാലും ടവലായാലും എന്തായാലും ഭയങ്കര സ്മെല്ലായിരിക്കും. നമ്മൾ കുറേ തവണ വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ സ്മെല്ല് ഉണ്ടാവുന്ന പറയണേ. അപ്പം നമ്മളത് 1 ടൈം യൂസ് ചെയ്യാൻ എന്തായാലും പറ്റുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഇനി മഡ് ബാത്ത് ചെയ്യണം എന്നുള്ള സെറ്റപ്പിലാണ് നിൽക്കണേ. ഇവിടെ 10 മണിക്ക് ഓപ്പൺ ചെയ്യുന്നതാണ് ഈ സ്ഥലം, ഹെൽസ് ഗേറ്റ്. ഞങ്ങൾ 10 മണിക്ക് തുടങ്ങി സ്ലോട്ട് നോക്കിയിട്ട് 10 മണിക്കില്ല. അരമണിക്കൂർ ഇടവിട്ടാണ് സ്ലോട്ട് ഉള്ളത്. 10 മണിക്കില്ല, 10:30-ക്കില്ല. ഞങ്ങൾക്ക് കിട്ടിയത് 12:30-ക്ക് എന്തോ ആണ്. 12:30-ക്കാണ് ഞങ്ങൾക്ക് ഈ മഡ് ബാത്ത് ചെയ്യാനുള്ള സ്ലോട്ട് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ 12 മണിക്ക് വന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ വോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് മഡ് ബാത്ത് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു. അത്രയും തിരക്കാണ്. ഇപ്പം എന്തായാലും ഈ കുറച്ച് ദിവസം ഹോളിഡേ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ടൂർ പോയി നടക്കല്ലേ. അപ്പോൾ എല്ലാവരും ഇവിടെ ആൾക്കാർ തിരക്കുണ്ട്. ഈ കാണുന്ന സ്ഥലത്ത് നല്ല ഹോട്ടായിട്ടായിരിക്കണം. നല്ല തിളച്ച് മറിഞ്ഞ് ശരിക്കും അങ്ങോട്ട് തിളച്ച് മറിഞ്ഞ് നല്ല പുകയൊക്കെ ആയിട്ടാണ് നിന്നുകൊണ്ടിരിക്കണേ. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 100 ഡിഗ്രിന് മേലെ ചൂടുണ്ടാവും.
നമ്മുടെ ഈ ഏരിയയിലെ ഈ ഏരിയനെ പറയണതാണ് സ്പ്രൈയിങ് പൂൾസ് എന്ന് പറയണേ. ഇവിടെ ഒരു 88 മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ട് ടെമ്പറേച്ചർ നിൽക്കണേ. ഇതിനെ പറയണത് ദ ഫ്രൈ പാൻ എഫക്റ്റ് എന്നുള്ള അതാണ്, അങ്ങനെയാണ് ഇതിന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു ഫ്രൈ പാനിൽ ഒരു തണുത്ത വെള്ളം ഒഴിച്ചാലുള്ള ഒരു ചൂടുണ്ടാവില്ലേ, ആ ഒരു എഫക്റ്റ് ആണ് ഇവിടെ ഈ ഏരിയക്കുള്ളത്. കാണുന്ന ഏരിയനെ പറയുന്ന പേരാണ്, ഇതിന് പ്രൊണൗൺസ് ചെയ്യണത് എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. സോഡം ആൻഡ് ഗൊമോറ അങ്ങനെ ഒരു പേരിലാണ് ഈ ഏരിയനെ അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഏരിയയാണ് ഇവിടെ ഇപ്പം നമ്മൾ കണ്ടതിൽ ഏറ്റവും ചൂട് കൂടുതലായിട്ട് നിൽക്കുന്നത്. കാരണം ഇവിടെ ഫുള്ള് തിളച്ചു മറിഞ്ഞ് ഭയങ്കര പുകയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുൾ ടൈം ഇതിങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. എബോവ് 100 ഡിഗ്രിയാണ് പറയുന്നത്. 100 ഡിഗ്രിക്ക് മേലെയാണ് ഇവിടെ ഇതിൻ്റെ ചൂട്. ഞങ്ങളിത് ഇപ്പോൾ കാർവിങ്സ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളപ്പോൾ സെലക്ട് ചെയ്ത് നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഇതിൽ നിന്ന് ഏതെങ്കിലും നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഞങ്ങളിതിപ്പോൾ ലോയൽറ്റിയാണ് എടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയി അവിടെ പവനിരിപ്പുണ്ട്, പുള്ളിയുടെ അടുത്ത് പോയിട്ട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആ ഡിസൈനിൽ ആ ഒരു മരത്തിൻ്റെ ആ ഒരു പീസ് നമുക്ക് തരും ചെയ്യാനായിട്ട്. ഈ ആ മരത്തിൻ്റെ പീസിൽ നമുക്ക് പുള്ളി ഇങ്ങനെ സ്കെച്ച് ചെയ്തത്, അതായത് പെൻസിൽ കൊണ്ട് വരച്ച് വെച്ചിട്ടുണ്ടാവും ആ ഡിസൈൻ. അങ്ങനെ നമ്മളത് കൊണ്ട് ആ ഡിസൈൻ വെച്ചിട്ട് ഫിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഡിസൈനിൽ ചെയ്തെടുക്കണം. അങ്ങനെയാണ് അത്. നമുക്ക് ഗൈഡ് ഓൾറെഡി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ക്ലാസ് പോലെ നമുക്ക് എടുത്ത് തന്നായിരുന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഞങ്ങൾ കാർവിങ്സ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ കൊണ്ടുപോയി പുള്ളി നമുക്ക് ഈ സംഭവം തന്നൊരു പുള്ളിയുണ്ട്. ആ പുള്ളി ഇത് പോളിഷ് ചെയ്ത് തരും. പോളിഷ് ചെയ്ത് തരുമ്പോൾ നമുക്ക് തോന്നുന്നത് നല്ല രസമായിട്ട് നല്ല ഭംഗിയുണ്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ അവർ പോളിഷ് ചെയ്ത് തരാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഞങ്ങൾ മഡ് ബാത്ത് ചെയ്യാൻ പോവാണ്. ഇവിടെ മഡ് ബാത്ത് ചെയ്യാനോട് നമുക്ക് വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ പിന്നെ നമ്മൾ മഡ് ബാത്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്കിന്നിനൊക്കെ നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്, സ്കിന്നിനൊക്കെ നല്ലതാണെന്നാണ് പറയണത്. അങ്ങനെയാണ് ഞങ്ങളപ്പോൾ മഡ് ബാത്ത് ചെയ്യാമെന്നുള്ള ഒരു പ്ലാൻ വന്നത്. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.